മലയാളികളുടെ സ്വന്തം ഡോങ്ലി മച്ചാനെ എല്ലാവർക്കും അറിയാം. മലയാളികളുടെ സ്വന്തം മോഹൻലാൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഡോങ്ലിയുടെ ഒരു മൂവിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കൊറിയൻ മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആക്ഷൻ ത്രില്ലർ മൂവി അത് ഈ പടമായിരിക്കും. ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലെ സ്റ്റാറ്റസിലും എല്ലാത്തിലും വന്നിട്ടുള്ള ഒരൊറ്റ സീനും ഉണ്ട് നമ്മൾ അത്രയും ഫാൻ ആക്കി മാറ്റിയ ഒരു മൂവിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ഒരു ഒറ്റ സീനിനും ഡോങ്ലി മച്ചാന്റെ അതിലൊരു നോട്ടമുണ്ട്. അതിലും ഫാൻ ആവാത്ത ആരും ഇന്നിവിടെ ഇല്ല. സകലമായ ആക്ഷൻ ത്രില്ലർ മൂവീസിന്റെയും ഒരു ക്ലീഷയെ ബ്രേക്ക് ചെയ്ത മൂവിയാണത്. അത് ആ സിനിമയുടെ പേര് തന്നെ ആ ഒരു ക്ലീഷയെ ബ്രേക്കിംഗ് ഉണ്ട്. അതാണ് പടം. സാധാരണ എല്ലാ പടത്തിലും ഒരു നായകൻ ഒരു വില്ലൻ അങ്ങനെ ആയിരിക്കും എല്ലാ പടത്തിലും. പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല. അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ മൂവിക്കകത്ത് വന്നിട്ടുള്ളത്. ഒരു നായകൻ, ഒരു വില്ലൻ, ഒരു സൈക്കോ കില്ലർ. അമ്മാതിരി ഒരു പടമാണ്. അങ്ങനെ ഒരു ത്രില്ലിങ്ങും കാണാൻ നമ്മൾ ഇൻട്രസ്റ്റ് ഉണർത്തുന്ന ഒരു മൂവിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പടം ഒരു ഒന്നൊന്നര പടമാണ്. ആരും മിസ്സാക്കാനേ പാടില്ല. അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും അത്രയും ഗൂസ്പംസും അത്രയും കിടിലം ക്യാമറ വർക്കുള്ള ഒരു കിടിലം മൂവിയാണ്. ഇത്രയും ഗ്യാങ്സ്റ്റർ ആയിട്ട് നമ്മുടെ ഡോങ്ലി മച്ചാൻ പൂന്ത് വിളയാടിയിട്ടുണ്ട്. അത്രയും ഒരു ഓറയായിരുന്നു ആ മനുഷ്യൻ ആ മൂവിക്കകത്ത്. അത്രയും ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് തകർത്തിട്ടുണ്ട് ആ പടത്തിന്റെ അകത്ത്. ഇത്രയും കേട്ടപ്പോ തന്നെ ഏകദേശമുള്ള എല്ലാവർക്കും മൂവിയാണെന്ന് മനസ്സിലായി കാണും. ഞാൻ പറയുന്നത് 2019 റിലീസ് ചെയ്ത ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ. പടത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് മൂവി എന്നുള്ളത്. ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ. ഒരിക്കലും ഈ പടം മിസ് ചെയ്യരുത്. അതൊരു ഗംഭീര മൂവിയാണ്. അതിലെ ക്ലൈമാക്സ് ദ ബെസ്റ്റ് വൺ ക്ലൈമാക്സ്. ഒരു കൊറിയൻ മൂവിയിൽ ഇത്രയും കിടിലൊരു ക്ലൈമാക്സ് ഇനി ഒരിക്കലും വരത്തുമില്ല, ഇതുവരെ വന്നിട്ടുമില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സ് ആണ്. അമ്മാതിരി ഒരു പടമാണ്. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട മൂവിയാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.